ഞാൻ റേഗൺ, റൂഫ് ഫാബ് എഞ്ചിനീയറിംഗ് എന്നാണ് നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര്. ഈ മേഖലയിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ മൊത്തം 25 വർഷമായിട്ടുണ്ട്. അതിൽ 10 വർഷത്തോളം പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു. ഇവിടെ നാട്ടില് 15 വർഷമായിട്ട് ഇപ്പൊ ചെയ്തു വരുവാണ്. മെയിൻ വർക്കായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ റൂഫ് ടോപ്പ് ട്രസ്സുകളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടില് ഒരുപാട് ലീക്കേജ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾക്കും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും റൂഫ് ടോപ്പ് ട്രസ് ഒരു അത്യാവശ്യമായിട്ട് തീർന്നിരിക്കുകയാണല്ലോ. വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ബിൽഡിങ്ങിന് കറക്റ്റ് അനുയോജ്യമായിട്ടുള്ള ഷേപ്പിലുള്ള റൂഫുകൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലും നോളജും എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു ലൈഫ് ലോങ് മെയിൻ്റനൻസ് വരാത്ത രീതിയിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മെറ്റീരിയല് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ മോഡലുകളിൽ നമ്മൾ റെക്ടാങ്കിൾ ട്യൂബുകൾ, സ്ക്വയർ ട്യൂബുകളാണ് ഉപയോഗിച്ചു വരുന്നത്. അത് ഒരു 16 ഗേജ് എങ്കിലും തിക്നെസ് ഉള്ള ഫ്രെയിമിന്റെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കണം. അതോടൊപ്പം അത് ISI ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഷീറ്റിന്റെ കമ്പനികളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത് നല്ല 3-4 കമ്പനികൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. അതിന്റെ തിക്നെസ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഒരു 0.35, 0.40 mm ആ തിക്നെസ്സുകളുള്ള ഷീറ്റുകൾ എടുത്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു ലൈഫ് ലോങ് ഗ്യാരണ്ടി നമുക്ക് കിട്ടുന്നതായിരിക്കും. കസ്റ്റമേഴ്സ് നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നൽകുന്ന പരസ്യങ്ങളിലൂടെയാണ് ഒരു 50% കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മൾ 15 വർഷമായിട്ട് ഇപ്പോൾ നിലവിൽ ചെയ്തു കൊടുത്തിട്ടുള്ള വർക്കുകൾ അവിടെ ഓൾറെഡി കംപ്ലൈന്റുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവരുടെ റിലേഷനിലുള്ള ആളുകൾ, അവരുടെ ഫ്രണ്ട്സ്, അവരൊക്കെയാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോഴൊരു ഏവറേജ് പറയുകയാണെങ്കിൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെങ്കിൽ നമുക്കതൊരു 10 ഡേയ്സിനുള്ളിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. നമുക്കിപ്പോൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സൈറ്റ് വിസിറ്റ് ചെയ്യുക, ആ സൈറ്റിന്റെ മെഷർമെന്റ്സ് കറക്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് വീട്ടുകാർ കൊടുക്കാനായിട്ട്. അപ്പോൾ അവര് നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ അതോടൊപ്പം നമ്മൾ ആ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഫ്രെയിം മെറ്റീരിയൽസ് ഇടുന്ന ഗ്യാപ്പുകൾ, അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് അവരോട് നമ്മൾ ഇങ്ങനെ പറയണം, ഇപ്പോ ഇതിനേക്കാൾ ക്വാളിറ്റി കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി കുറച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള ആ ഒരു കൊട്ടേഷൻ വേണം ആദ്യം കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറച്ചുകൂടെയൊക്കെ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ഹൈ ക്വാളിറ്റിയിലേക്ക് പോകാറുണ്ട്. ഞാനിപ്പോൾ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഒത്തിരി വർക്കുകൾ പല മേഖലകളിലായി എടുത്തു വരുമ്പോൾ നമുക്ക് നമ്മളുടെ ആ ഒരു സൂപ്പർവിഷൻ എല്ലായിടത്തേക്കും എത്തണമെന്നൊരു നിർബന്ധമുള്ള ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഡെയിലി ഒരു 2 ടൈംസ് എങ്കിലും ഞാൻ സൈറ്റിൽ വരും. ചില സമയങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അപ്പോഴും ഞാൻ നിന്ന് കൂടെ വർക്ക് ചെയ്യാറുണ്ട്. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷെ റേറ്റ് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് പോകരുതെന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മളെപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വർക്ക് മാത്രമേ എടുക്കുള്ളൂ. എന്റെ കൂടെ ഇപ്പോ 6 പേരാണുള്ളത്. ആ 6 പേരും നല്ല എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സ് ആണ്. അവർക്കും എന്നെ പോലെ തന്നെ വിദേശത്ത് പോയിട്ടുള്ള പരിചയങ്ങളുണ്ട്. അവരും ഇവിടെ നാട്ടിലുള്ളവരാണെങ്കിലും ഒരു 10 വർഷത്തോളം തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അവരൊക്കെ നല്ല രീതിയിൽ നമ്മളോടൊപ്പം നിന്ന് പോകുന്നുണ്ട്. ഇതിപ്പോഴ് നമ്മളുടെ ഇവിടെ റൂഫ് ചെയ്യുന്നത് ആദ്യമൊക്കെ ലീക്കേജിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ ഹീറ്റിന്റെ പ്രൊട്ടക്ഷനും കൂടിയിട്ട് നോക്കി വരുന്നുണ്ട്. അപ്പൊ അതിനായിട്ട് ഇപ്പോൾ പുതിയ മെറ്റീരിയൽസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്, കൂളിംഗ് ഷീറ്റുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയും എൻക്വയറീസ് ഇപ്പോൾ വരുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കൂളിംഗ് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ റൂഫിന്റെ അടിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ സൗണ്ട് പ്രൂഫും ആയിരിക്കും അത്. വാട്ടർ കട്ടർ വെക്കണമെന്നാണ് ഞാൻ പറയാ. കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ വെള്ളത്തിനെ നമുക്ക് ആവശ്യമുള്ള ആ ഭാഗത്തേക്ക് ഒഴുക്കി വിടോ അല്ലെങ്കിൽ കിണർ റീചാർജിങ്ങിലേക്ക് വിടോ ഒക്കെ ചെയ്യാലോ. എന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രീം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വർക്ക് ക്വാളിറ്റിയിൽ കൊടുക്കുക, ഗ്യാരണ്ടിയിൽ കൊടുക്കുക, പരമാവധി അവർക്ക് മെയിൻ്റനൻസ് വരാത്ത രീതിയിൽ ലൈഫ് ലോങ് നിൽക്കുന്ന ആ ഒരു ക്വാളിറ്റി കൊടുക്കുക. പെട്ടെന്നുള്ള നമ്മളുടെ ഇപ്പൊ നാട്ടിലൊക്കെ ചെറിയ ചെറിയ സൈക്ലോണുകളൊക്കെ വരുന്നുണ്ടല്ലോ കാലാവസ്ഥയുടെ ഭാഗമായിട്ട്. അപ്പൊ അതിനൊക്കെ പ്രതിരോധിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് ചെയ്യുക. അതിന് വേണ്ട ഒരു വർക്ക് മെത്തേഡ് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്തു പോകുന്നത്. നമുക്കിപ്പോൾ ഗൾഫിലാവുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ കുറച്ചും കൂടെ എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇവിടെ പക്ഷെ നമ്മൾ നമ്മളുടെ സ്വന്തം ഐഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതിയ ഐഡിയാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്.
ഇവിടെ നല്ല സാധ്യതയുള്ള ഒരു വർക്ക് തന്നെയാണ്. ഫാമിലിയിലെ അമ്മ, വൈഫ്, മകള്. സീസൺ ടൈം ശരിക്ക് മഴയ്ക്ക് മുൻപ് വരുന്ന ആ ഒരു 3 മാസം ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ റൂഫിംഗ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു സമയം. മഴയ്ക്ക് മുൻപുള്ള ആ ഒരു 3 മാസം. അഡ്രസ്സ് വരുന്നത്, ഞാൻ ചെയ്യുന്നത് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. റൂഫ് ഫാബ് എഞ്ചിനീയറിംഗ് എന്നാണ് പേര്. അപ്പോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുള്ള് ആണ് കറക്റ്റ് സ്ഥലം. പുള്ള് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണ്. കാരണം മുൻപൊക്കെ ഒരുപാട് ആളുകൾ അറിയാതെ കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു പുള്ള്. പിന്നെ പതിയെ പതിയെ നമ്മളുടെ മഞ്ജു ചേച്ചി, മഞ്ജു വാര്യർ പുള്ളിനെ അത്യാവശ്യം ഫേമസ് ആക്കി. ഇപ്പൊ അതോടൊപ്പം പ്രകൃതി ഭംഗിയുടെയും അതുപോലെ താമരക്കുളം, കൊട്ടവഞ്ചി, കയാക്കിങ്, തട്ടുകടകൾ, അതൊക്കെയായിട്ട് നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടാണ് ഇപ്പോൾ പുള്ള് മാറിക്കൊണ്ടിരിക്കുന്നത്.